السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم خير صفوف الرجال أولها وشرها آخرها وخير صفوف النساء آخرها وشرها أولها. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സഫ് നിസ്കാരത്തിൻ്റെ അണി ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്രഥമ പരിഗണന ആദ്യം വരുന്നവർ അവർക്ക് കിട്ടേണ്ടുന്ന കൂലിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് എങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം നാം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഒന്നാമത്തെ സഫിന്റെ പ്രത്യേകതയാണ് പൊതുവിൽ അതിൽ ഉയർന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ എല്ലാ ഒന്നാമത്തെ സഫിനും ആ പരിഗണന ഉണ്ടോ? ഇല്ല എന്ന് മനസ്സിലാക്കാം. സഫിൽ തന്നെ ഖൈറും ഷർറുമുള്ള സഫുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ അതാണുള്ളത്. ഖൈറു സുഫൂഫി റിജാൽ, പുരുഷന്മാരുടെ സഫുകളിൽ ഏറ്റവും ഖൈറുള്ള സഫ് അവ്വലുഹ, അതിലെ ഏറ്റവും ആദ്യത്തേതാണ്. വശർറുഹ ആഖിറുഹ, അതിലേറ്റവും ഷർറ് ഏറ്റവും അവസാനത്തേതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിസ്കരിക്കുന്ന ആ ഘട്ടത്തിൽ സഫ് എങ്ങനെ ക്രമീകരിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടപ്പോൾ ഹദീസിലൊക്കെ കാണാം, ആദ്യം പുരുഷന്മാർ, പിന്നീട് കുട്ടികൾ, പിന്നീട് സ്ത്രീകൾ. ഇന്നത്തതുപോലെ അവർക്ക് പ്രത്യേകമായ വഴിയോ പ്രത്യേകമായ സൗകര്യങ്ങളോ പ്രത്യേകമായ മറകളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചില ആളുകളൊക്കെ പറയാറുണ്ട് അതൊക്കെ ഹിജാബിൻ്റെ ആയത്ത് വരെ ഉണ്ടായിരുന്നത്. ഹിജാബിൻ്റെ ആയത്തിന് ശേഷം പിന്നീട് സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ല. എന്നാൽ ഹിജാബിൻ്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ മനസ്സിലാക്കുക, പള്ളിയിൽ പോകാൻ, പെണ്ണിന് പള്ളിയിൽ പോകാൻ പാടില്ലാത്തൊരു വിധിയാണ് ആ ഹദീസിൽ ആയത്തിലുള്ളത് എന്നാണ്. അല്ല, ഒരു പെണ്ണ് എങ്ങനെ പുറത്തിറങ്ങി നടക്കണം, അവരുടെ വസ്ത്രം എങ്ങനെയായിരിക്കണം, സൂറത്ത് നൂറിലും സൂറത്ത് അഹ്സാബിലും അതൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ആ ഒരു രൂപത്തിലല്ലാതെ അവർ പുറത്തേക്ക് ഇറങ്ങിക്കൂടാം. പിന്നെ ഒരു വസ്ത്രം ശരിക്കും ധരിക്കുകയാണെങ്കിൽ അവരുടെ ഔറത്ത് പ്രകടമായോ പ്രത്യക്ഷമായോ പരോക്ഷമായോ കാണാത്ത രൂപത്തിലായിരിക്കണം എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം പിന്നീട് സ്വഹാബത്ത് ഒരുപാട് കാലം ജീവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും വിശ്വാസികളുടെ മാതാക്കളുമായ ആളുകൾ ദീർഘകാലം ജീവിച്ചു. അതുപോലെ തന്നെ ചരിത്ര വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ചില ദുർവ്യാഖ്യാനങ്ങൾ മാത്രമാണ് അത് എന്നുകൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏകദേശം 10 വർഷത്തിലധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഏകദേശം ഒരു 15ഓളം വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതുപോലെ ഒരു ഫജ്ർ നമസ്കാരത്തിന് ശേഷം മെഹ്റാബിൽ ഇരിക്കെയാണ് അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന മജൂസിയായ ശത്രു വന്ന് അദ്ദേഹത്തിന്റെ വയറ്റത്ത് കത്തി കുത്തിത്തറച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു അമീറുൽ മുഅ്മിനീൻ എന്ന അപരനാമത്തിന്റെ ഖ്യാതിയുള്ള വിശ്വാസികളുടെ നേതാവ് അവിടെ കടന്ന് പടഞ്ഞു മരിക്കുന്നത്. ആ രംഗത്ത് വയറിൽ നിന്ന് ആ കത്തി വീരാനും അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനും ഒക്കെ അവർ വന്ന കൂട്ടത്തിൽ പത്നിയായ ആത്തിക ബീവി ഉണ്ടെന്നൊരു ചരിത്ര വസ്തുതയാണ്. അപ്പോൾ അതെപ്പോഴാ ഹിജാബിൻ്റെ ആയത്തെപ്പോഴാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ ഹദീസിലും അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവ്വലു എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ് ഖൈറുള്ളത്. സ്ത്രീകൾക്കോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖൈറു സുഫൂഫിൻ നിസാഇ, സ്ത്രീകളുടെ ഖൈറുള്ള സഫ് ആഖിറുഹ, അതിൻ്റെ ഏറ്റവും അവസാനമാണ്. വശർറുഹ അവ്വലുഹ, അവരുടെ സഫിൽ ഒന്നാമത്തേത് ഷർറുള്ളതാണ്. കാരണം ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പള്ളിയെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിരുന്നത്. അതിൻ്റെ ഷർറും ഖൈറും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഇരിക്കാൻ ഏതെല്ലാം മാർഗത്തിൽ വിശ്വാസികൾക്ക് അവരുടെ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുമോ അതൊക്കെ വളരെ കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെയും ഷർറ് ഈ ഖൈറും ഒക്കെ സഫിൽ എങ്ങനെയുണ്ട്. അതിൽ പുരുഷന്മാർക്ക് ഒന്നാമത്തേത്
സ്ത്രീകൾക്ക് ഏറ്റവും അവസാനത്തേത് എന്ന് സാമാന്യമായി മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്നു ഈ ലോകത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും ഒക്കെയുള്ള ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും ആഫിയത്തും ദീർഘായുസും സൗഖ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് കലിമ ചൊല്ലി കാമിലായ ഈമാനോട് മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.